എല്ലാ കൂട്ടുകാർക്കും സ്നേഹസ്വാഗതം. ഇന്ന് നമുക്ക് ഉലുവാച്ചീര തോരൻ വെക്കാം. അതായത് ഉലുവയില, ഫെനുഗ്രാൽ ലീഫ്. അപ്പം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് തോരൻ വെച്ചെടുക്കാം. അതെങ്ങനെയാണെന്ന് കാണാം. അപ്പം ഞാനൊരു 3-4 കെട്ട് ഉലുവയിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മൂത്ത തണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഇളത്ത തണ്ട് ഇലയും പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തോരൻ വെച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടു. അപ്പം നമ്മൾ അതിലേക്ക് 2 സവാളയും ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിയുള്ള പച്ചമുളകായതുകൊണ്ട് 2 ഇട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു 2 മുട്ട പൊട്ടിച്ച് നന്നായിട്ടൊന്ന് അടിച്ചു വെക്കണം. അപ്പോൾ മുട്ടയും കൂടി ചേർത്താണ് ഈ തോരൻ നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ മുട്ടയൊന്ന് അതിലേക്കൊരല്പം ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി മതി. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചു വെക്കാം. അപ്പം നമ്മുടെ സവാളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ച് സവാളയൊക്കെ ആയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങയുണ്ട്. 4 ടേബിൾ സ്പൂണോളം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലതായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം വഴറ്റിയതിന് ശേഷം നമുക്ക് ആ തേങ്ങയൊക്കെ ഒരു 4 വശത്തോട്ട് മാറ്റി വെച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉലുവയില നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് നല്ലതായിട്ട് വന്നതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഉലുവയിലയൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം കാണുന്ന എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതിയിടണം. അപ്പം നമുക്കത് നല്ലൊരു പ്രചോദനമാകും. അപ്പോൾ നമ്മുടെ ഇട്ടിരിക്കുന്ന ഇതിന് മുൻപിട്ടിട്ടുള്ള വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണം. അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും പറയാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ചീര ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചിക്കിയെടുക്കാം. വളരെ ടേസ്റ്റായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. ശരീരത്തിന് നല്ല പോഷക ഗുണം കിട്ടുന്ന ഒരു തോരനാണ് ഈ ഉലുവയില നമ്മൾ റെഡിയാക്കി വെക്കുന്നത്. സാധാരണ നമ്മളിത് പൊടിച്ച് നമ്മൾ ഇത് ഉണ്ടാക്കാറുണ്ട്. പൊടിച്ച് ഇല ഉണക്കി പൊടിച്ചത് നമ്മൾ ചിക്കൻ കറിയിലൊക്കെ ചേർക്കാറുണ്ട്. അത്രയ്ക്ക് നല്ല ടേസ്റ്റും ഗുണവും ഉള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും ഇതിന് കയ്പുണ്ടെന്ന്. പക്ഷേ ഇത് ഉണ്ടാക്കി വന്നു കഴിയുമ്പോൾ നല്ല രുചിയാണ്. ഒരു ശകലം പോലും ഒട്ടും കയ്പില്ല. നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഇലയൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ആ മുട്ട ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കത് നല്ല സൂപ്പറായിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ചിക്കിയെടുക്കാം. നല്ലതുപോലെ ചിക്കിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാനായിട്ട് വളരെ രുചികരമായിട്ടുള്ളൊരു തോരനാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. ബ്രെഡിൻ്റെ കൂടെ ആണെങ്കിലും നല്ല രുചിയാണ് ഇത് കഴിക്കാൻ. ബ്രെഡ് അതേപോലെ വെള്ളയപ്പം ഇതിനെയൊക്കെ കൂടെ കൂട്ടാനായിട്ട് നല്ല രുചികരമായിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ ഇന്നത്തെ ഈ തോരൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. നിങ്ങളും എന്തായാലും ഈ ചീര ഇതുപോലെ ഒന്ന് എടുത്തിട്ട് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ ഇതൊന്ന് തോരൻ വെച്ച് കൂട്ടി നോക്കണം. എന്നിട്ട് നിങ്ങളൊക്കെ ഇതൊന്ന് അഭിപ്രായങ്ങൾ എഴുതണം. അപ്പം നമ്മുടെ ഇതുവരെയുള്ള സപ്പോർട്ട് ചെയ്തതിന് എല്ലാവരോടും ഒരുപാട് താങ്ക് യു. നമുക്ക് ഇനിയും അടുത്ത വീഡിയോസുകളും രുചിക്കൂട്ടുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബൈ.